30 വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 11 ശിവഗിരി ഞെട്ടി ഉണർന്നത് പോലീസ് ബൂട്ടിന്റെ ശബ്ദം കേട്ടാണ്. ശിവഗിരി കുന്നു കയറിയെത്തിയ പോലീസുകാർ സ്വാമിമാർ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഭക്തരെ വളഞ്ഞിട്ടടിച്ചു. സ്വാമിമാരുടെ സഹായത്തിനെന്ന പേരിൽ കയറിക്കൂടിയവരും യുവജനവേദി പ്രവർത്തകരും പോലീസിനെയും ആക്രമിച്ചു. ലോകത്തിന് സമാധാന സന്ദേശം പകർന്ന ഗുരുവിന്റെ സമാധിസ്ഥലം അങ്ങനെ കലാപഭൂമിയായി. മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വലിയ വിമർശനമുയർന്നു. എതിർപക്ഷത്തു നിന്ന് മാത്രമായിരുന്നില്ല വിമർശനങ്ങൾ. കോൺഗ്രസിനുള്ളിലും ആന്റണിക്കെതിരെ പടയൊരുക്കം തുടങ്ങി. ശിവഗിരിയിലെ സ്വാമിമാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളും തമ്മിലടിയുമായിരുന്നു പോലീസ് നടപടിയിൽ കലാശിച്ചത്. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് UDF ആയിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ തകർച്ചയുണ്ടായി. അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആന്റണി സർക്കാരിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട്. എങ്കിലും സർക്കാരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നായാണ് ശിവഗിരിയിലെ പോലീസ് നടപടിയെ എ കെ ആന്റണി അടുത്തിടെ വിശേഷിപ്പിച്ചത്. ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം നടന്നു. ശിവഗിരിയിൽ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ വന്നിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. ആന്റണിയുടെ പരാമർശത്തോടെയാണ് ശിവഗിരിയിലെ പോലീസ് നടപടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. സർക്കാർ നടപടിയെ ന്യായീകരിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വന്നു. 90കളിലേതിന് സമാനമായി ശിവഗിരിയിലെ സ്വാമിമാരിൽ നിന്നും വേറിട്ട ശബ്ദങ്ങൾ ഇപ്പോഴും ഉയർന്നു. 3 പതിറ്റാണ്ടിനിപ്പുറവും ശിവഗിരിയിൽ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം.